ഇവിടെ ഒന്നും ഇല്ല കേട്ടാ കൊറേ. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഇൻ ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ടിരുന്നേ. Okay. Okay, കേൾക്കുന്നില്ലേ? അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ടിരുന്നേ. Okay. നമ്മള് ഫിനാൻസ് വരെ എടുത്തു അല്ലെ? ഫിനാൻസ് വരെയല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? ഫിനാൻസ് ജസ്റ്റ് പറഞ്ഞോ, ഫിനാൻസ് ജസ്റ്റ് പറഞ്ഞോളൂ അല്ലെ? ഹ്യൂമൻ റിസോഴ്സ് കംപ്ലീറ്റ് ആയി. ഫിനാൻസ് ജസ്റ്റ് വെച്ച് പറഞ്ഞല്ലേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഫിനാൻസും അഡ്മിനിസ്ട്രേഷനും കൂടി എടുക്കാനുണ്ട് കേട്ടോ. ലാസ്റ്റ് ഭാഗമാണ് ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് രണ്ടെണ്ണമാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റുകളിൽ ഹ്യൂമൻ റിസോഴ്സ് നമ്മൾ പറഞ്ഞു, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എല്ലാ സ്റ്റാഫുകളെയും ആവശ്യമായ രീതിയിൽ റിക്രൂട്ട്മെന്റ് നടത്തുക, അവർക്ക് ആവശ്യമായിട്ടുള്ള അവരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അല്ലെ, അവർക്ക് പരിശീലനം കൊടുക്കുക, സാറ്റിസ്ഫാക്ഷൻ, എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ എത്രയാണെന്ന് ഉറപ്പുവരുത്തുക, അതുപോലെ നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് പണപരമായിട്ടും അല്ലാത്തതുമായിട്ടുള്ള ബെനിഫിറ്റ്സ് പ്രയോജനങ്ങൾ നൽകുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് മാനേജ് ചെയ്യുന്നത്. അടുത്ത രണ്ട് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഒന്നാമത്തതാണ് ഫിനാൻസ് അല്ലെ, സാമ്പത്തികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ. ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽസ് ദ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിന്റെ സാമ്പത്തിക വശങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. They make budget, financial plans for the future and distribute financial resources to the various departments of the hospital for their upgradation. അപ്പൊ നമുക്കറിയാം ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അറിയാമല്ലോ അല്ലെ. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അവരുടെ ബഡ്ജറ്റുകൾ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്, പലതരത്തിലുള്ള ഫ്യൂച്ചർ ഭാവിയിലേക്കുള്ള ഫിനാൻഷ്യൽ പ്ലാനുകൾ, സാമ്പത്തികപരമായ പദ്ധതികൾ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഈ ഫിനാൻസ് എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള ഫണ്ടുകൾ അതിൻ്റെതായിട്ടുള്ള പല പല ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് അവരുടെ നവീകരണത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ആവശ്യകതയ്ക്കനുസരിച്ച് കൃത്യമായ രീതിയിൽ വിതരണം നടത്തേണ്ടതും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. And they also provide base statement for the staff and oversee purchases of medical supplies and pharmaceuticals for the hospital. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, they also provide paying statements. അവരുടെ ഓരോരുത്തരുടെയും വേതനം ഇത്രയാണ്, അതുമായി ബന്ധപ്പെട്ട കൃത്യമായ സ്റ്റേറ്റ്മെന്റുകൾ. നമുക്കറിയാം ഏതൊരു പണവുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ എല്ലാ സ്റ്റാഫുകളുടെയും വേതനം അല്ലെങ്കിൽ അവരുടെ സാലറി കാര്യങ്ങൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് മുഖേനയാണ് കൊടുക്കുന്നത് അല്ലെ.
അപ്പൊ അതുപോലെയുള്ള സർവീസുകൾ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഓവർസീ പർച്ചേസസ് ഓഫ് മെഡിക്കൽ സപ്ലൈസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഫോർ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ഫാർമസിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത് വരും. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ മറ്റ് ഒരുപാട് സാധനങ്ങൾ, മെഡിക്കൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. ആ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഏതൊക്കെ കാര്യങ്ങളാണ് ഓർഡർ കൊടുത്തിരിക്കുന്നത്, അത് കൃത്യമായിട്ട് അതിന്റെ പർച്ചേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പണമാണ് നമ്മൾ പൈസ കൊടുക്കുമ്പോഴാണ് അത് പർച്ചേസ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആര് മേൽനോട്ടം വഹിക്കുന്നുണ്ട്? ഈ ഒരു ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് മേൽനോട്ടം വഹിക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാ? ദിസ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽസ് ദ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ സാമ്പത്തിക വശങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്, ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ആ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്നത് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ബഡ്ജറ്റുകൾ തയ്യാറാക്കുന്നു. അതുപോലെ തന്നെ വിവിധ ഫിനാൻഷ്യൽ പ്ലാനുകൾ ഫ്യൂച്ചറിലേക്ക്, ഭാവിയിലേക്ക് കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഫിനാൻഷ്യൽ പ്ലാനുകൾ തയ്യാറാക്കുന്നു. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ഫിനാൻഷ്യൽ റിസോഴ്സസ് ടു ദ വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ ഫോർ ദ അപ്ഗ്രേഡേഷൻ. അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും നവീകരണത്തിനായിട്ട് ഫിനാൻഷ്യൽ റിസോഴ്സുകൾ കൃത്യമായ രീതിയിൽ ഫണ്ടുകൾ എന്ത് ചെയ്യുന്നു? വിനിയോഗിക്കാൻ വേണ്ടി വിതരണം ചെയ്തു നൽകുന്നു. അതോടൊപ്പം അവിടെയുള്ള സ്റ്റാഫുകളുടെ വേണ്ടിയിട്ടുള്ള അവരുടെ വേജ് സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ അവരുടെ വേതനവും അല്ലെങ്കിൽ അവരുടെ സാലറിയുമായി ബന്ധപ്പെട്ട് കൃത്യമായ സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കുന്നു. അതുപോലെ തന്നെ പർച്ചേസുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽ ഫാർമസിയുമായി ബന്ധപ്പെട്ട പർച്ചേസ് ആവാം, അല്ലെങ്കിൽ മറ്റെന്തൊരു മെഡിക്കൽ സപ്ലൈയുമായി ബന്ധപ്പെട്ട പർച്ചേസും കൃത്യമായിട്ട് മേൽനോട്ടം വഹിക്കുന്നത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. വേഗം ഒന്ന് വായിച്ചു നോക്കി ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണല്ലോ. ലാസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ is having the power of looking after the day-to-day operations of the hospital. ഹോസ്പിറ്റലിലെ ദിവസേനയുള്ള അല്ലെങ്കിൽ ദൈനംദിന പ്രവർത്തനങ്ങളെ കൃത്യമായിട്ട് മേൽനോട്ടം വഹിക്കാനുള്ള ഒരു പവർ അല്ലെങ്കിൽ ഒരു അധികാരമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ്. And they look after all the paperwork of the hospital and ensure that every department follows administrative procedures of the hospital. ഇവിടെ ഓരോ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എല്ലാ പേപ്പർ വർക്കുകളും കൃത്യമായിട്ട് മേൽനോട്ടം വഹിക്കേണ്ടതും ചെയ്യേണ്ടതും ഒരു അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുപോലെ തന്നെ ensure that every department follows administrative procedures of the hospital. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയേഴ്സ്, അഡ്മിനിസ്ട്രേഷൻ തയ്യാറാക്കിയിട്ടുള്ള പോളിസികളും പ്രൊസീജിയേഴ്സിനും അനുസരിച്ച് തന്നെയാണോ ഓരോ ഡിപ്പാർട്ട്മെന്റും പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അത് അവരെ പിന്തുടരുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. നെക്സ്റ്റ് പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഓൾസോ കണ്ടെയ്ൻ ഓർഗനൈസിംഗ് ആൻഡ് സപ്പോർട്ടിംഗ് ദ പേഷ്യൻസ് total medical care and during an episode of illness in the hospital and is responsible for integrating various functions and services. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? പേഷ്യൻസിന്റെ ടോട്ടൽ മെഡിക്കൽ കെയർ, ഒരു പേഷ്യന്റ് വന്നാല് അവരുടെ വൈദ്യപരിചരണവുമായി ബന്ധപ്പെട്ട മൊത്തത്തിലുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുന്നു, സപ്പോർട്ട് അല്ലെങ്കിൽ പിന്തുണകൾ നൽകുകയും ചെയ്യുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? എപ്പിസോഡ് ഓഫ് ഇൽനെസ് ഇൻ ഹോസ്പിറ്റൽ. ഒരു അസുഖവുമായിട്ട് ഒരു വ്യക്തി ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞാല് അവർക്ക് ആവശ്യമായിട്ടുള്ള മൊത്തത്തിലുള്ള വൈദ്യപരിചരണം ആ പേഷ്യൻസിന് കിട്ടുന്നുണ്ടോ, അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അതിനുവേണ്ടി ഇപ്പൊ ഒരു പേഷ്യന്റ് വരാണ്. അപ്പൊ ആ ഒരു പേഷ്യന്റ് വരുമ്പോ അവർക്ക് ഒരു പേഷ്യന്റിന് ചിലപ്പോൾ ഒരൊറ്റ രോഗമായിരിക്കില്ല അല്ലെ. ഒരു ഡയബറ്റീസുമായി ബന്ധപ്പെട്ട വന്നൊരു പേഷ്യന്റ് ആയിക്കോട്ടെ, അവർക്ക് ചിലപ്പോ അതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടാവാലോ അല്ലെ. അപ്പൊ അത് ഒരൊറ്റ ഡോക്ടർ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ചിലപ്പോൾ ഒരു ഹാർട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു പേഷ്യന്റ് ആവാം, അവർക്ക് ചിലപ്പോ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഡയബറ്റിക്സ് ഉണ്ടാവാം. ചിലപ്പോ അത് കൂടാതെ മറ്റെന്തെങ്കിലും കിഡ്നി സ്റ്റോൺസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇത് ആ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിന് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? ഒരു ഡിപ്പാർട്ട്മെന്റിന് മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു വിഭാഗങ്ങൾ മാത്രം ചെയ്താൽ മതിയാവോ?
മതിയാവോ? ഇല്ല. നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ എങ്ങനെയാണ്, നമുക്ക് ഒരുപാട് ഒരു ഫിസിഷ്യനെ കാണിച്ചു, ആ ഒരു ഫിസിഷ്യനെ പറ്റുന്നില്ലെങ്കിൽ അവർ എന്ത് ചെയ്യും, അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ഇടത്തേക്ക് നമ്മൾ റെഫർ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഒരുപാട് പേരുടെ ഒരുമിച്ചുള്ള സഹകരണത്തോടു കൂടിയാണ് നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു വൈദ്യപരിചരണം ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്നത് അല്ലെ. നമുക്ക് എല്ലാ തരത്തിലുമുള്ള അസുഖങ്ങളെ നമുക്ക് ട്രീറ്റ് ചെയ്യണമെങ്കിലും ഒരൊറ്റ ഡിപ്പാർട്ട്മെന്റ് കൊണ്ട് കാര്യമില്ല, മറിച്ച് എല്ലാ തരത്തിലുമുള്ള ആ ഹോസ്പിറ്റലിൽ ഒരുപാട് സർവീസുകളും പ്രവർത്തനങ്ങളും ഒരുമിച്ച് നമുക്ക് കിട്ടുമ്പോഴാണ് നമുക്ക് ആ ഒരു പൂർണ്ണമായിട്ടുള്ള വൈദ്യപരിചരണം കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ വരുന്ന ഒരു പേഷ്യന്റ്, ഒരു അസുഖവുമായിട്ടൊരു പേഷ്യന്റ് വന്നാൽ അവരുടെ അസുഖങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അവർക്കൊരു പൂർണ്ണമായിട്ടുള്ള ഒരു വൈദ്യപരിചരണം നൽകണമെങ്കിൽ അവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ സർവീസുകളും ഒരുമിച്ച് സംയോജിക്കുന്നതിലൂടെയാണ് സാധിക്കുന്നത് അല്ലെ. ഒരു ഡിപ്പാർട്ട്മെന്റിൽ ചെന്നു അവർക്ക് ആ രോഗം നിർണ്ണയിക്കണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ സ്കാനിങ് ചെയ്യേണ്ടതായിട്ട് വരും, അവിടുത്തെ ടീം അതിൽ ഉൾപ്പെടുന്നുണ്ട് അല്ലെ. ലാബ് ടെസ്റ്റുകൾ ചെയ്യേണ്ടതായിട്ട് വരും, അവിടുത്തെ ടീം അതിൽ ഉൾപ്പെടുന്നുണ്ട് അല്ലെ. ഇങ്ങനെയുള്ള ഓരോ ടീം മെമ്പേഴ്സും പല പല ഡിപ്പാർട്ട്മെന്റിലും പല പല സെക്ഷനിലുള്ള ഓരോരുത്തരും എന്ത് ചെയ്യുന്നു, സംയോജിച്ചുകൊണ്ടാണ് അവർക്ക് നല്ലൊരു ട്രീറ്റ്മെന്റോ കെയർ കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ അവിടെ വരുന്ന പേഷ്യൻസിന് നല്ല പരിചരണം കൊടുക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ സംയോജിപ്പിച്ച് അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഇവർക്ക് നല്ലൊരു പരിചരണം കൊടുക്കാനായിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുന്നതിനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു ചുമതല എന്ന് പറയുന്നത് ഈ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിനുള്ളതാണ്. ഒരു അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ കാര്യങ്ങളാ പറയുന്നത്? ഡിപ്പാർട്ട്മെന്റ് ഈസ് ഹാവിംഗ് ദ പവർ ഓഫ് ലുക്കിംഗ് ആഫ്റ്റർ ദ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിലെ ദിവസേനയുള്ള ദൈനംദിന പ്രവർത്തനങ്ങളെ കൃത്യമായിട്ട് മേൽനോട്ടം വഹിക്കാനുള്ള ഒരു പവർ അല്ലെങ്കിൽ ഒരു അധികാരം അഡ്മിനിസ്ട്രേഷൻ ആണുള്ളത്. അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള പേപ്പർ വർക്കുകള് കൃത്യമായിട്ട് മേൽനോട്ടം വഹിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അഡ്മിനിസ്ട്രേഷൻ തയ്യാറാക്കിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് അനുസരിച്ച് അല്ലെങ്കിൽ ഫോളോ ചെയ്തുകൊണ്ട് തന്നെയാണോ അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന് കൃത്യമായിട്ട് മേൽനോട്ടം വഹിക്കുന്ന അല്ലെങ്കിൽ ഉറപ്പുവരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ വരുന്ന ഓരോ പേഷ്യൻസിനും നല്ല രീതിയിലുള്ള എന്തൊരു അസുഖവുമായിട്ട് വന്നാലും അവർക്ക് നല്ല രീതിയിലുള്ള മൊത്തത്തിൽ ടോട്ടൽ മെഡിക്കൽ കെയർ കിട്ടുന്നതിന് വേണ്ടി എല്ലാ വിഭാഗം ആളുകളെയും സംയോജിപ്പിച്ചുകൊണ്ട് ഒരു കൃത്യമായ ഒരു ഓർഗനൈസേഷനിലും കൃത്യമായൊരു സപ്പോർട്ടും അവിടുത്തെ പേഷ്യൻസിനും അതുപോലെ അവിടുത്തെ സ്റ്റാഫുകൾക്കും നൽകുന്നതിനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി കൂടി ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിനാണ് ഉണ്ടായിരിക്കുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയ അഡ്മിനിസ്ട്രേഷൻ. ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ. നമ്മുടെ ഈ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കേട്ടോ. അപ്പൊ മിസ് ഫസ്റ്റ് മോഡ്യൂളിലെ ആയിരുന്നു ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, അതുപോലെ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസും ഇൻട്രൊഡക്ഷനും. മിസ്സിന് സെക്കൻഡ് മോഡ്യൂളിലേക്ക് കിടക്കുകയാണ്. സെക്കൻഡ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തിരുന്നോ? ടീച്ചേഴ്സ് ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്തിരുന്നോ? ചെയ്തു. ഓക്കെ. മിസ്സിനും ഈ 3 ചാപ്റ്റേഴ്സ് ഉള്ളൂ കേട്ടോ ഫസ്റ്റ് മോഡ്യൂളില്. ഫാർമസി സ്റ്റാർട്ട് ചെയ്ത് അല്ലെ? ശരി. അപ്പൊ മിസ്സിന് 3 ചാപ്റ്റേഴ്സ് ഉള്ളൂ. ഇൻട്രൊഡക്ഷൻ, ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ്, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. ഈ 3 മാത്രമാണ് ഫസ്റ്റ് മോഡ്യൂളിലുള്ളത്. ബാക്കി മറ്റു ടീച്ചേഴ്സ് ആയിരിക്കും കൈകാര്യം ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ സെക്കൻഡ് മോഡ്യൂളില് മിസ്സിന്റെ ആദ്യത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ് ഡയറ്ററി സർവീസസ്. ഡയറ്ററി സർവീസസ് കേട്ടോ. ഓക്കെ, ഡയറ്ററി സർവീസസ്. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലെ? എന്താണ് ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതല? എന്തിനു വേണ്ടിയാണ് ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത്? ഓർക്കുന്നുണ്ടോ? കാറ്ററിംഗുമായി ബന്ധപ്പെട്ട ഫുഡ് സർവീസ് ആണ് അല്ലെ? ഒരു ഫുഡ് സർവീസ് നൽകുന്നതാണ് അല്ലെ? അപ്പൊ ഇവിടെയും അത് തന്നെയാണ്, ഫുഡ് സർവീസ് നൽകുന്ന അതുമായി ബന്ധപ്പെട്ട ഒരു ഡയറ്ററി സർവീസ് അല്ലെങ്കിൽ ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്, ഒരു സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഒരു ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അവരുടെ പ്രവർത്തനങ്ങള്, അവരുടെ ലൊക്കേഷൻ എവിടെയായിരിക്കണം, ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്,
ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡയറ്ററി സർവീസുകളുണ്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഈ ഒരു ചെറിയ ചാപ്റ്റർ ആണ്, വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം പറയുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ ഡയറ്ററി സർവീസ് എന്ന് പറയുന്ന 7th ചാപ്റ്റർ ആണ് സെക്കൻഡ് മോഡ്യൂളിൽ കേട്ടോ. നമ്മൾ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് പറയുന്നത്. ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് hospital dietary service is a service that meets the needs of patients coming from outside inpatient given nutrition recommendations. outside കഴിഞ്ഞൊരു കോമയാണ് കേട്ടോ. അതൊക്കെ പുറമേ നിന്ന് വരുന്ന ഒരു ഔട്ട് പേഷ്യന്റ് ആവാം അല്ലെങ്കിൽ ഒരു ഇൻപേഷ്യന്റ് ആവാം. രണ്ടു കൂട്ടർക്കും ഇവർ സർവീസുകൾ കൊടുക്കുന്നുണ്ട് അല്ലെ. പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഇൻപേഷ്യൻസിനെ ആണെങ്കിൽ പോലും ഒരു ക്യാൻറ്റീൻ പോലെയുള്ള സേവനങ്ങൾ വഴി ഇവർ ഔട്ട് പേഷ്യൻസിന് സർവീസുകൾ കിട്ടുന്നില്ലേ, കിട്ടുന്നുണ്ട് അല്ലെ. കൗൺസിലിംഗ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു ഡയറ്ററി സർവീസ് അല്ലെങ്കിൽ ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഗിവൻ ന്യൂട്രീഷൻ recommendations and food counseling based on their needs while taking their disease kind and nature into consideration. ഈ ഒരു ഡയറ്ററി സർവീസിൽ പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്, ഒരു ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ടുള്ള ഫുഡ് സർവീസ് നൽകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. അതെങ്ങനെയാണ് ഫുഡ് സർവീസ്, ഒരു ഔട്ട് പേഷ്യന്റ് ആയിട്ട് പുറമേ നിന്ന് വരുന്ന ഒരു ഔട്ട് പേഷ്യന്റ് ആയിക്കോട്ടെ ഇൻപേഷ്യൻസ് ആയിക്കോട്ടെ, അവർക്ക് അവരുടെ ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട് അല്ലെ അവരുടെ ശരീരത്തിൽ അവരുടെ മെഡിക്കൽ കണ്ടീഷനെ കൃത്യമായിട്ട് വിലയിരുത്തി അവരുടെ ന്യൂട്രീഷണൽ പരമായ റെക്കമെൻഡേഷൻസ് അല്ലെ അവരുടെ പോഷകാഹാരവുമായി ബന്ധപ്പെട്ട അവരുടെ ആവശ്യകതകൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ന്യൂട്രീഷണൽ റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ ശുപാർശകൾ കിട്ടുന്നുണ്ട് അല്ലെ. കുറേയധികം ഡയറ്റ് പ്ലാനുകൾ അവർ നമുക്ക് റെക്കമെൻഡ് ചെയ്ത് തരാറുണ്ട് അല്ലെ ഡയറ്റീഷ്യൻസ്. അതുപോലെ ഫുഡ് കൗൺസിലിംഗ് തരാറുണ്ട്. ഇന്ന ഭക്ഷണങ്ങളെ കുറിച്ച് നിങ്ങൾ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ, ഓരോ ഭക്ഷണ രീതികളെ കുറിച്ച്. അതുപോലെ തന്നെ ഓരോ ഭക്ഷണങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ക്ലാസ്സുകളൊക്കെ, അവയർനെസ് പോലെയുള്ള ക്ലാസ്സുകളോ കാര്യങ്ങളോ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഓരോ ഭക്ഷണങ്ങളും വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങളാണ്. ആ ഫുഡുകൾക്ക് അതിൻ്റെതായ പ്രത്യേകതകളും കാര്യങ്ങളും ഉണ്ട് അല്ലെ. അപ്പൊ അത് യൂസ് ചെയ്യേണ്ട വിധം, അതെങ്ങനെയാ, അതിന്റെ ബെനിഫിറ്റ്സ് എന്താണ്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ഫുഡ് കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളിൽ നമുക്ക് പറഞ്ഞു തരാം. അതൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ നടത്തുന്ന സേവനങ്ങളാണ്. ആൻഡ് ബേസ്ഡ് ഓൺ ദിയർ നീഡ്സ് വൈൽ ടേക്കിംഗ് ദിയർ ഡിസീസ് കൈൻഡ്. അപ്പൊ ആദ്യം അവിടെ എന്ത് ചെയ്യും, അവരുടെ രോഗത്തിന്റെ തരം എന്താണ്, ഏത് രോഗത്തിന്റെ സ്വഭാവം എങ്ങനെയാണ്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് ആ പേഷ്യൻസിന് അതെ കൗൺസിലിംഗ് ഉണ്ട്. ശരിയാണ്, മെഡിക്കൽ കോളേജിൽ അല്ലാതെ തന്നെ നമുക്ക് ഇപ്പോ അംഗനവാടികളും മുഖേനയൊക്കെ തരാറില്ലേ. ഇപ്പൊ പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൺസ് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഓരോ ട്രൈമസ്റ്ററിലും കഴിക്കണം, ഒരു 7th മന്തിൽ കഴിക്കേണ്ടത്, 3rd മന്ത് ആകുമ്പോൾ കഴിക്കേണ്ടത്, ആ ഒരു സമയത്ത് കഴിക്കേണ്ടത്, അല്ലെങ്കിൽ ക്ഷീണങ്ങളൊക്കെ അമിതമായ ക്ഷീണം ഒഴിവാക്കാനും ബ്ലഡ് ഉണ്ടാവാനും ഒക്കെ ഓരോ ഭക്ഷണങ്ങൾ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതുപോലെയുള്ള ഹോസ്പിറ്റലിലെ ബന്ധപ്പെട്ട ആളുകൾ വന്ന് അംഗനവാടികളിലൊക്കെ ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ടല്ലോ, അവയർനെസ് ക്ലാസ്സുകളൊക്കെ. അറ്റൻഡ് ചെയ്തവരുണ്ടെങ്കിൽ അറിയാൻ പറ്റും എന്താണ് നമ്മുടെ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ. അതുപോലെ നല്ല രീതിയിൽ ഇപ്പൊ ഇവിടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ ആ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യന്റ് ആരാണോ അവരുടെ രോഗത്തിന്റെ തരം അല്ലെ, ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. അവരുടെ രോഗത്തിന്റെ തരം എങ്ങനെയാണ്, രോഗത്തിന്റെ സ്വഭാവം എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ നീഡ്സ് എന്തൊക്കെയാണോ, അപ്പൊ ഈ ഓരോ പേഷ്യൻസിനും ആവശ്യമായ രീതിയിലുള്ള പോഷകാഹാരങ്ങൾ ഉൾപ്പെടുന്ന രീതിയിലുള്ള ഡയറ്റ് പ്ലാനുകൾ കാര്യങ്ങളൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫുഡ് കൗൺസിലിംഗുകളും അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോ ഒരു ഔട്ട് പേഷ്യൻസ് എന്ന നിലയിലും അവർക്കും അതിൽ അത്യാവശ്യം സർവീസുകൾ കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഫോക്കസ് ചെയ്യുന്നത് ഒരു ഇൻപേഷ്യൻസിനെയാണ്. അവർക്കാണ് നമ്മൾ കൂടുതൽ ഫുഡ് സർവീസുകളും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു ഹോസ്പിറ്റൽ സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഡയറ്ററി സർവീസ് അല്ലെങ്കിൽ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഫസ്റ്റ് പാരഗ്രാഫ്. രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് it is the most significant hospital supporting service assisting in the restoration of health through diet created using science. അതായത് it is the most significant hospital supporting service എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ പ്രാധാന്യം നിറഞ്ഞ ഒരു ഹോസ്പിറ്റൽ സപ്പോർട്ടിംഗ് സർവീസ് ആണ് ഈ ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. അസിസ്റ്റിംഗ് ഇൻ ദ റിസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത് എന്ന് വെച്ചാൽ ആ ആരോഗ്യത്തെ വരുന്ന പേഷ്യൻസിനെ ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്തിലൂടെയാണ് ഇവിടെ ആരോഗ്യം വീണ്ടെടുക്കുന്നത്? നമ്മള് ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ത് പ്രൊവൈഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്തിലൂടെയാണ് നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുന്നത്? എന്തിലൂടെയാണ്?
മരുന്നിലൂടെയാണോ? ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് നമുക്ക് സഹായിക്കുന്നത് ഒരു ഹെൽത്ത് നല്ല രീതിയിൽ പുനരാരംഭിക്കാൻ വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ഇതിലൂടെയാ ഡയറ്റിലൂടെ അല്ലെ, ഫുഡ് അതായത് ഡയറ്റിലൂടെ അല്ലെ, ഭക്ഷണക്രമത്തിലൂടെ നല്ല രീതിയിലുള്ള ഒരു ഭക്ഷണ രീതി, അതായത് നല്ല രീതിയിലുള്ള ഒരു ഭക്ഷണക്രമം, ഒരു ഡയറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ആരോഗ്യത്തെ വീണ്ടെടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് അല്ലെ. ക്രിയേറ്റഡ് യൂസിങ് സയൻസ് അല്ലെ, വളരെ ശാസ്ത്രീയമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഡയറ്റിലൂടെ അല്ലെങ്കിൽ ഒരു ഭക്ഷണക്രമത്തിലൂടെ നമ്മുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽ സർവീസ് ആണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. And educating the patients who are receiving treatment at the hospital regarding use and benefit of various foods and healthy diet containing adequate amount of all the necessary nutrients required for healthy growth and activity. ഇവിടെ പറയുന്നത് ഒരു രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് ഈ ഒരു ഹെൽത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡുമായി ബന്ധപ്പെട്ട് പേഷ്യൻസിന് എന്ത് ചെയ്യണം? അവരുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഭക്ഷണങ്ങൾ അവർക്ക് കഴിക്കാം, അത് എങ്ങനെയുള്ള ഭക്ഷണങ്ങളായിരിക്കണം, ആ ഭക്ഷണങ്ങളുടെ പ്രത്യേകതകള്, ഇപ്പൊ പലതരത്തിലുള്ള ഫുഡ് കാര്യങ്ങളുണ്ട്, അത് എങ്ങനെ ഉപയോഗിക്കണം, അതിന്റെ പ്രയോജനങ്ങൾ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പേഷ്യൻസിന് ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു അവയർനെസ് അല്ലെങ്കിൽ ഒരു അവബോധം വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹെൽത്തി ഡയറ്റ്, ഒരു ആരോഗ്യമുള്ള ഒരു ഭക്ഷണക്രമം അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഡയറ്റ് എന്താണ് എന്നുള്ളതാണ് ആ ഒരു ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. എന്താണ് ഒരു ഹെൽത്തി ഡയറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ട ഒരു ആൻസർ ആണ് contains adequate amount of all the necessary nutrients required for healthy growth and activity. നല്ല ആരോഗ്യകരമായിട്ടുള്ള ഒരു വളർച്ചയ്ക്കും അതുപോലെ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള ന്യൂട്രിയൻസ് അല്ലെങ്കിൽ പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഡയറ്റ് ആണ് ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത്. നല്ലൊരു ഹെൽത്തി ഡയറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഹെൽത്തി ഡയറ്റുകളെ കുറിച്ചും അതുപോലെ ഓരോ പേഷ്യൻസിന്റെയും കണ്ടീഷൻ അനുസരിച്ചുള്ള ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിത രീതി അല്ലെങ്കിൽ ഒരു ഭക്ഷണക്രമം എങ്ങനെയാണ്, അതിനനുസരിച്ച് നമ്മുടെ എന്തൊക്കെ ബെനിഫിറ്റ്സ് നമുക്ക് ആ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നത് വഴി കിട്ടുന്നുണ്ട്, ഓരോ ഭക്ഷണങ്ങളും എങ്ങനെ ഉപയോഗിക്കണം, എന്തൊക്കെയാണ് അതിന്റെ പ്രയോജനങ്ങള്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ചും ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിൽ എടുക്കുന്ന ഓരോ പേഷ്യൻസിനും ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു ബോധവൽക്കരണം ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് വഴി നൽകുന്നുണ്ട്. And a nutrition diet is one that promote or maintains good health. നല്ലൊരു ന്യൂട്രീഷൻ ഒരു പോഷകാഹാരം അല്ലെങ്കിൽ ഒരു പ്രദമായിട്ടുള്ള ഒരു ആരോഗ്യ എന്താണ് ഒരു ഡയറ്റ് അല്ലെങ്കിൽ ഒരു ആരോഗ്യക്രമം അല്ലെങ്കിൽ ഒരു ഭക്ഷണക്രമം എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു നല്ലൊരു ഹെൽത്ത്, നല്ലൊരു ആരോഗ്യത്തെ നിലനിർത്തുകയോ അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ പാരഗ്രാഫില് എന്തൊക്കെയാണ് പറയുന്നത്? ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്ന ഓരോ പേഷ്യൻസിനും അവരുടെ ആരോഗ്യത്തെ ഇതിലൂടെ ഡയറ്റിലൂടെ വളരെ ശാസ്ത്രീയമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനിലൂടെ കൃത്യമായിട്ട് അവരുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ വരുന്ന അല്ലെങ്കിൽ ആ പേഷ്യൻസ് അവിടെ ഹോസ്പിറ്റലിൽ വന്ന് ട്രീറ്റ്മെന്റ് സ്വീകരിക്കുന്ന ഓരോ പേഷ്യൻസിനും അവരുടെ രോഗവുമായി ബന്ധപ്പെട്ട് അവർ പാലിക്കേണ്ട ഹെൽത്തി ഡയറ്റ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ അവർ യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്, അതിന്റെ ഉപയോഗം എത്രത്തോളം വേണം, അതിന്റെ പ്രയോജനങ്ങൾ എങ്ങനെയാണ്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ചും കൃത്യമായിട്ടൊരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ബോധവൽക്കരണം പേഷ്യൻസിന് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നൽകുന്നുണ്ട്. അതുപോലെ എന്താണ് ഒരു ഹെൽത്തി ഡയറ്റ് എന്ന് ചോദിച്ചാൽ contains adequate amount of all the necessary nutrients required for healthy growth and activity. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. contains adequate amount of all the necessary nutrients. അതായത് ഒരു ആരോഗ്യപരമായ വളർച്ചയ്ക്കും പ്രവർത്തനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള ന്യൂട്രിയൻസ് അല്ലെങ്കിൽ പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു എമൗണ്ട് ഫുൾ അടങ്ങിയിട്ടുള്ള മതിയായ രീതിയിൽ അടങ്ങിയിട്ടുള്ള ഒരു ഡയറ്റ് ആണ് ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ന്യൂട്രീഷൻ നല്ല പോഷകകരമായിട്ടുള്ള ഒരു ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ അത് എന്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു അല്ലെങ്കിൽ എന്തിനെ നിലനിർത്തുന്നു? നല്ലൊരു ഗുഡ് ഹെൽത്ത്, നല്ലൊരു ആരോഗ്യത്തെ നിലനിർത്താൻ സഹായിക്കും. വേഗം ഒന്ന് ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയേ. ചോദിക്കാറുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്സ് പറഞ്ഞുതരാം കേട്ടോ മിസ്. അതൊന്ന് വായിച്ചു കഴിഞ്ഞിട്ട് മിസ് പറഞ്ഞുതരാമേ.
വായിച്ച ടൈം ഒന്ന് റിപ്ലൈ ചെയ്യട്ടോ. ക്ലിയർ ആണല്ലോ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊന്ന് നോക്കാം കേട്ടോ. ആദ്യം ഫസ്റ്റ് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫുഡ് കൗൺസിലിംഗ് അതുപോലെ തന്നെ പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ഫുഡ് സർവീസുകൾ അല്ലെങ്കിൽ ഡയറ്റ് പ്ലാനുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണെന്നുള്ളത് അറിയാലോ. ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ നിന്നും അത്രയും രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുന്നത്. ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണ്, മാറിപ്പോവാൻ സാധ്യതയില്ല അല്ലെ. ആ ഒരു ഡിപ്പാർട്ട്മെന്റ് നമുക്ക് അങ്ങനെ മാറിപ്പോവില്ല, അതറിയാൻ പറ്റും. രണ്ടാമത്തതിലെ ആ ഫസ്റ്റ് സെന്റൻസ് നമ്മളെ ചെയ്താട്ടോ. It is the most significant hospital supportive service assisting in the restoration of health through diet created using science. അത് അണ്ടർലൈൻ ചെയ്യാം. അതുപോലെ എന്താണ് ഒരു ഹെൽത്തി ഡയറ്റ്? ആ ഒരു ബ്രാക്കറ്റിൽ കൊടുത്തിട്ടില്ലേ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തത് കേട്ടോ. ഹെൽത്തി ഡയറ്റ് മുതൽ ആ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ഫുള്ള്. അതുപോലെ ഒരു ന്യൂട്രീഷൻ ഡയറ്റ് എന്തിനെ അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു? ഗുഡ് ഹെൽത്ത്, നല്ലൊരു ആരോഗ്യത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ആ രണ്ട് പോയിന്റ്സ് ഹെൽത്തി ഡയറ്റ് മുതൽ ഗുഡ് ഹെൽത്ത് വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള ഭാഗങ്ങളാണ്. കഴിഞ്ഞോ? ഓക്കെ ആയോ? ഓക്കെ. നെക്സ്റ്റ് നമ്മള് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഒരു ഡയറ്ററി സർവീസുമായി ബന്ധപ്പെട്ട ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ് പറയുന്നത് കേട്ടോ. എന്തിനു വേണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ അതിൽ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്, ഈ ഒബ്ജക്റ്റീവ്സ് എല്ലാം ചോദിക്കുന്നത് പോയിന്റ് വൈസ് എപ്പോഴും ഇൻക്ലൂഡഡ് ആയത് ഇൻക്ലൂഡഡ് അല്ലാത്തത് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കട്ടെ ഈ ഒരു ഭാഗത്തിന് കൂടുതലും വരുന്നത്. അതുകൊണ്ട് ആ പോയിന്റ്സ് ഏതൊക്കെയാണ് ഇതിൽ ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത് എന്നൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ ഇൻക്ലൂഡഡ് ആണെങ്കിൽ ഓൾ ഓഫ് ദ എബോവ് രീതിയിലുള്ള ആൻസർ ആയിരിക്കും വരിക. അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻക്ലൂഡഡ് അല്ലാത്ത ആ ഒരെണ്ണം ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിരിക്കും വരുന്നത്. ക്ലിയർ അല്ലേ? ഈ ഒരു ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ഒബ്ജക്റ്റീവ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒബ്ജക്റ്റീവ്സിന്റെ നിന്ന് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ അതാണ് കേട്ടോ. ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, നോൺ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒബ്ജക്റ്റീവ്സില് ഫസ്റ്റ് പോയിന്റ് ടു പ്രൊവൈഡ് ന്യൂട്രീഷ്യസ്, delicious and healthy meals while retaining a high standard hygiene, production, delivery, sanitation to all the patients. അതായത് ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നമ്മുടെ ഫുഡ് സർവീസ് കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എങ്ങനെയുള്ള ഫുഡ് ആയിരിക്കണം? എല്ലാതരം, അതായത് ആ ഒരു ഫുഡ് നിർമ്മിക്കുന്ന സമയം മുതൽ അതിന്റെ പ്രിപ്പറേഷൻ തയ്യാറാക്കുന്ന സമയത്തും അത് വിതരണം ചെയ്യുന്ന സമയത്തൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? സാനിറ്റേഷൻ, അതായത് ഹൈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹൈജീൻ, വളരെ വളരെ നല്ല രീതിയിൽ നിലവാരമുള്ള ഒരു ശുചിത്വം പാലിച്ചുകൊണ്ട് അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് അല്ലെ, അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള നല്ല പോഷകാഹാരങ്ങൾ അടങ്ങിയിട്ടുള്ള നല്ല ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ഒന്നാമത്തെ ലക്ഷ്യം. എപ്പോഴും അവർ ഭക്ഷണം തയ്യാറാക്കുമ്പോഴും അത് വിതരണം ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം? കൃത്യമായിട്ടുള്ള ഹൈജീൻ അല്ലെങ്കിൽ ശുചിത്വങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം അത് തയ്യാറാക്കേണ്ടതും വിതരണം ചെയ്യുന്നതും. അങ്ങനെ തയ്യാറാക്കിയിട്ടുള്ള ഓരോ വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള അല്ലെ, വളരെ പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള പോഷകപ്രദമായിട്ടുള്ള അതുപോലെ രുചികരമായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനും പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് ഇവാലുവേഷൻ ആൻഡ് ഡയറ്റ് പ്ലാനിങ്. ഓരോ പേഷ്യൻസിനും കൃത്യമായിട്ട് അവരുടെ മെഡിക്കൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ രോഗത്തിന്റെ സ്വഭാവം മുതലായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള ഡയറ്റ് പ്ലാനുകൾ നൽകുകയും അത് ഡയറ്റ് പ്ലാനുകൾ കൃത്യമായിട്ട് അവർക്ക് വർക്ക് ആവുന്നുണ്ടോ എന്ന് വിലയിരുത്തുകയും ചെയ്യണം. ഇവാലുവേഷൻ ആൻഡ് ഡയറ്റ് പ്ലാനിങ്. കൃത്യമായിട്ട് ഓരോ വരുന്ന പേഷ്യൻസിനെയും എന്ത് ചെയ്യുക? അവരുടെ രോഗകാരണങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ രോഗങ്ങൾ അവർക്കുണ്ട്, അവരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കണ്ടീഷൻ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം വിലയിരുത്തി അവർക്ക് അതിന്റെ അനുസരിച്ചുള്ള ഡയറ്റ് പ്ലാനുകൾ തയ്യാറാക്കി നൽകാനുള്ളൊരു രണ്ടാമത്തെ ലക്ഷ്യം, അല്ലെങ്കിൽ തയ്യാറാക്കി നൽകുക എന്നതാണ് രണ്ടാമത്തെ ലക്ഷ്യം. രണ്ട് ഒബ്ജക്റ്റീവ് ആണ് പറഞ്ഞത്. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാല് ഓരോ പേഷ്യൻസിനും അവർക്ക് എന്ത് കൊടുക്കുക? വളരെ
ശുചിത്വപൂർവമായിട്ടുള്ള വളരെ ഹൈജീൻ, വളരെ നിലവാരമുള്ള ശുചിത്വം പാലിച്ചുകൊണ്ട് തയ്യാറാക്കുകയും അത് വിതരണം ചെയ്യുകയും ചെയ്യണം. എന്ത് ഭക്ഷണങ്ങൾ അല്ലെ? എങ്ങനെയുള്ള ഭക്ഷണമായിരിക്കണം? വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, പോഷകപ്രദമായിട്ടുള്ള, രുചികരമായിട്ടുള്ള, ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഓരോ പേഷ്യൻസിനും എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം പറയുന്നത് വരുന്ന ഓരോ പേഷ്യൻസിനെയും കൃത്യമായിട്ട് അവരുടെ മെഡിക്കൽ കണ്ടീഷൻസ് മനസ്സിലാക്കി, അവരുടെ ആവശ്യകതകൾ മനസ്സിലാക്കി, അതിനനുസരിച്ച് വിലയിരുത്തൽ നടത്തുകയും അതിനനുസരിച്ചുള്ള ഡയറ്റ് പ്ലാനുകൾ തയ്യാറാക്കി നൽകുകയുമാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്. മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് കാൽക്കുലേറ്റിംഗ് കലോറി നീഡ്സ് ആൻഡ് ന്യൂട്രീഷണൽ കെയർ പ്ലാനിങ്. അവരുടെ ഓരോരുത്തരുടെയും കലോറിയുമായി ബന്ധപ്പെട്ട ആവശ്യകതകൾ എത്രത്തോളം ഉണ്ട്, അതിനനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള കലോറീസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടി വരിക. അപ്പൊ അങ്ങനെ കൃത്യമായിട്ടുള്ള ഓരോരുത്തരുടെയും കലോറി നീഡ്സ് എത്രത്തോളം ഉണ്ട്, അതിനനുസരിച്ചുള്ള ഡയറ്റ് പ്ലാനുകൾ തയ്യാറാക്കുക, അത് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അതിനെ ഉൾപ്പെടുന്ന രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അങ്ങനെ നല്ല രീതിയിലുള്ള ന്യൂട്രീഷണൽ കെയർ അല്ലെങ്കിൽ ന്യൂട്രീഷൻ പരമായ ഒരു പരിചരണം അവർക്ക് വേണ്ടി ആസൂത്രണം ചെയ്യുകയും ചെയ്യുക. നാലാമത്തത് പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷണൽ അസിസ്റ്റന്റ് ഫോർ പേഷ്യൻസ്. അപ്പൊ പേഷ്യൻസിന് വ്യക്തിപരമായിട്ട് ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂട്രീഷണൽ അസിസ്റ്റൻസ് എപ്പോ വേണമെങ്കിലും പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ചില ആളുകൾക്ക് അവർക്ക് പ്രത്യേകമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും മറ്റൊരു ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് അവരുടെ ആവശ്യകതകളും കൂടി മനസ്സിലാക്കി അവർക്ക് ഒരു അസിസ്റ്റൻസ്, ഒരു സഹായി പോലെ ആവശ്യമായ സമയങ്ങളിൽ പ്രവർത്തിക്കുക. OP ആൻഡ് IP ഡയറ്റ് കൗൺസിലിങ്ങൾ ഇൻപേഷ്യൻസിനും ഔട്ട് പേഷ്യൻസിനും എന്ത് ചെയ്യുക? ഡയറ്റുമായി ബന്ധപ്പെട്ട കൗൺസിലിങ്ങുകൾ സംഘടിപ്പിക്കുക. അതുപോലെ ലാസ്റ്റ് വണ്ണാണ് ട്രെയിനിങ് ഫോർ ഐറ്റംസ് ഇൻ ഡയറ്ററ്റിക്സ്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എത്രത്തോളം നല്ല രീതിയിൽ നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ അഫക്ട് ചെയ്യുന്ന ഒരു ഭക്ഷണക്രമത്തെ കുറിച്ചുള്ള ഒരു പഠനമാണ് ഡയറ്ററ്റിക്സ് എന്ന് പറയുന്നത്. ഓരോ ഭക്ഷണങ്ങളും നമ്മുടെ ഹെൽത്തിനെ എങ്ങനെ ബാധിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട ഓരോ ഐറ്റംസും എങ്ങനെ നമ്മൾ ഉപയോഗിക്കണം, എങ്ങനെ അത് നമ്മുടെ ബോഡിയെ അഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ബെനിഫിറ്റ് ആവുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് അല്ലെങ്കിൽ പരിശീലനങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കും കൊടുക്കണം. അതുപോലെ തന്നെ വരുന്ന ഓരോ പേഷ്യൻസിനും നല്ല രീതിയിലുള്ള പരിശീലനങ്ങളും നൽകണം. അപ്പൊ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞിരിക്കുന്നത് ഒരു 6 പോയിന്റ്സ് ആണ്. അതിൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് പേഷ്യൻസിന് എന്ത് ചെയ്യുന്നു? ഒരു പോഷകപ്രദവും അതുപോലെ തന്നെ നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള, നല്ല രുചികരവും അതുപോലെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുക. അതെങ്ങനെയായിരിക്കണം തയ്യാറാക്കേണ്ടത്? വളരെ നല്ല നിലവാരത്തിലുള്ള ശുചിത്വം കീപ്പ് ചെയ്തുകൊണ്ട് തയ്യാറാക്കി പ്രിപ്പയർ ചെയ്തിട്ടുള്ള, അതിനനുസരിച്ച് വിതരണം ചെയ്യുന്ന ഭക്ഷണമായിരിക്കണം പേഷ്യൻസിന് ഓരോരുത്തർക്കും നൽകേണ്ടത്. രണ്ടാമത്തത് കൃത്യമായിട്ട് പേഷ്യൻസിന്റെ മെഡിക്കൽ കണ്ടീഷൻ എന്താണെന്ന് വിലയിരുത്തുകയും അതിനനുസരിച്ച് ഡയറ്റ് പ്ലാനുകൾ തയ്യാറാക്കി നൽകുകയും ചെയ്യുക. മൂന്നാമത്തത് അവരുടെ കലോറിയുമായി ബന്ധപ്പെട്ട ആവശ്യകതകൾ മനസ്സിലാക്കി അത് കാൽക്കുലേറ്റ് ചെയ്ത് അതിനനുസരിച്ചുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയും അവരുടെ ന്യൂട്രീഷണൽ പരമായിട്ടുള്ള ഒരു പരിചരണം അവർക്ക് ആസൂത്രണം ചെയ്യുകയും ചെയ്യുക. നാലാമത്തത് അവർക്ക് ആവശ്യമായി വരുന്ന ഓരോ പേഷ്യൻസിനും ആവശ്യമായിട്ടുള്ള ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ന്യൂട്രീഷൻ അസിസ്റ്റൻസ് ഓരോ പേഷ്യൻസിനും വ്യക്തിപരമായിട്ട് അവരുടെ ഓരോ കണ്ടീഷൻസിനെ വിലയിരുത്തുകയും അതിനനുസരിച്ചുള്ള ന്യൂട്രീഷണൽ കെയർ അല്ലെങ്കിൽ ന്യൂട്രീഷണൽ അസിസ്റ്റൻസ് അല്ലെങ്കിൽ സഹായം പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുക. ദെൻ ഇൻപേഷ്യൻസിനും ഔട്ട് പേഷ്യൻസിനും ഡയറ്റ് കൗൺസിലിങ്ങുകൾ നൽകുക. അതുപോലെ തന്നെ ഡയറ്ററ്റിക്സുമായി ബന്ധപ്പെട്ട ഓരോ ഭക്ഷണങ്ങളുടെയും ഭക്ഷണക്രമത്തെ കുറിച്ച് പഠനങ്ങൾ നടത്തുകയും അത് എത്രത്തോളം നമ്മുടെ ഓരോ ഹെൽത്തിനെയും ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അതിന്റെ ഉപയോഗവും പ്രയോജനങ്ങൾ അല്ലെങ്കിൽ ബെനിഫിറ്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള പരിശീലനങ്ങൾ സ്റ്റാഫുകൾക്കും അവിടെ ഭക്ഷണക്രമം പാലിക്കുന്ന പേഷ്യൻസിനും ട്രെയിനിങ് അല്ലെങ്കിൽ പരിശീലനങ്ങളും നൽകുക. വേഗം ഒന്ന് വായിച്ചോക്കെ ഒബ്ജക്റ്റീവ്സ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ.
നെക്സ്റ്റ് ഡയറ്റീഷ്യനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഒരു dietitians are health professionals ideally skilled in implementing and altering good routines of an individual or population. ഒരു ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ആണ് അല്ലെ. ഐഡിയലി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഐഡിയലി സ്കിൽഡ് ഇൻ ഇംപ്ലിമെന്റിംഗ് ആൻഡ് ആൾട്ടറിംഗ് ഗുഡ് റൂട്ടീൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ പോപ്പുലേഷൻ. ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷന്റെയോ നല്ല റൊട്ടീൻസ് അല്ലെങ്കിൽ നല്ല ദിനചര്യകളെ കൃത്യമായിട്ട് നല്ല ദിനചര്യകൾ അവരിൽ നടപ്പിലാക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലും ദിനചര്യയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതിനും നല്ല രീതിയിൽ സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വൈദഗ്ധ്യമുള്ള അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ആണ് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. ആൻഡ് ഡയറ്റീഷ്യൻ ഈസ് ദ വൺ ഹു മാനേജസ് ദ പ്രിപ്പറേഷൻ ഓഫ് therapeutic or other diets for individuals or groups in hospital, institutions, other establishments and for workers in particular sectors. ഇവിടെ വരെ നോക്കാം ട്ടോ. ഒരു ലെങ്തി സെന്റൻസ് ആണ്. അപ്പോ എന്താണ് ഒരു പർട്ടിക്കുലർ സെക്ടർ, ഒരു പ്രത്യേക സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും സ്ഥാപനത്തിന് വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റൽസിലെയോ ഒരു വ്യക്തികൾക്കോ ഗ്രൂപ്പ് ഓഫ് ആളുകൾക്കോ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ചികിത്സാപരമായിട്ടുള്ളതോ അല്ലാത്തതോ ആയിട്ടുള്ള ഡയറ്റുകള് തയ്യാറാക്കൽ പ്രിപ്പയർ ചെയ്യാനുള്ള അത് മാനേജ് ചെയ്യേണ്ടതും പ്രിപ്പയർ ചെയ്യേണ്ടതും അത് മാനേജ് ചെയ്യേണ്ടതും ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ഒരു ഡയറ്റീഷ്യന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ ഒരു ഡയറ്റീഷ്യൻ ആണ് ഈ പറയുന്ന പോലെ ചികിത്സാപരമായിട്ടുള്ള ഒരു ഡയറ്റ് ആവാം അല്ലെ. അല്ല ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട അല്ലാതെ തന്നെ ഒരുപാട് പേര് ഡയറ്റ് ഫോളോ ചെയ്യുന്നവരില്ലേ? ഇല്ലേ? അതൊക്കെ നമ്മുടെ ഡയറ്റീഷ്യന്റെ നിർദ്ദേശപ്രകാരമാണ് ഫോളോ ചെയ്യുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ട്രീറ്റ്മെന്റ് പരമായിട്ടുള്ളതായിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനോ വേണ്ടിയിട്ട് ഡയറ്റ് പ്ലാനുകൾ തയ്യാറാക്കി നൽകുന്നതിന് വേണ്ടി അതൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന് വേണ്ടിയിട്ടാവാം. അങ്ങനെ ആർക്ക് വേണമെങ്കിലും ഒരു വ്യക്തിക്കാവാം, ഒരു ഗ്രൂപ്പിനാവാം. അവർക്ക് ആവശ്യമായിട്ടുള്ള ഡയറ്റ് തെറാപ്യൂട്ടിക് ആയിട്ടുള്ളതായിക്കോട്ടെ അല്ലാത്ത മറ്റേ ഡയറ്റ് ആയിക്കോട്ടെ അവർക്ക് അത് കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ടതും പ്രിപ്പയർ ചെയ്യേണ്ടതും ഇത് നൽകേണ്ടതും ഒരു ഡയറ്റീഷ്യൻ ആണ്. ദെൻ അടുത്തതായിട്ട് പറയുന്നത് ഹി ഇൻസ്ട്രക്ട്സ് in selection and proper preparation of food as per dietetic principles. അപ്പോൾ ഭക്ഷണ തത്വങ്ങൾ പാലിച്ചുകൊണ്ട് കൃത്യമായിട്ട് ആ ഒരു ഫുഡ് പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ ശരിയായ രീതിയിൽ തയ്യാറാക്കുകയും അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ ആരാ നൽകേണ്ടത്? ഒരു ഡയറ്റീഷ്യൻ ആണ്. ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരു റെസിപ്പി തയ്യാറാക്കുക അല്ലെങ്കിൽ ഒരു ഡയറ്റ് പ്ലാൻ തയ്യാറാക്കുമ്പോൾ അത് എങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ആ ഒരു ഡയറ്റ് പ്ലാനിൽ ഉൾപ്പെടുത്തണം അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു ഡയറ്റീഷ്യൻ അല്ലേ. ഒരു ഡയറ്റീഷ്യൻ ആണ് എന്തൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങൾ ആ ഒരു റെസിപ്പിയിൽ ഉൾപ്പെടണമെന്ന് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ അത് എങ്ങനെ ശരിയായിട്ട് പ്രിപ്പയർ ചെയ്യണം എന്നും തീരുമാനിക്കുന്നത് ആര് തന്നെയാണ്? ഒരു ഡയറ്റീഷ്യൻ ആണ്. അവരാണ് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അത് തയ്യാറാക്കുന്ന ജീവനക്കാർക്ക് നൽകേണ്ടത്. അതുപോലെ ഡിസ്ചാർജസ് ഡ്യൂട്ടീസ് കണക്റ്റഡ് വിത്ത് ന്യൂട്രീഷൻ പ്രോഗ്രാംസ് ആർ മേ ബി ലയബിൾ ഫോർ ഫുഡ് പർച്ചേസിംഗ് ഓൺ ബിഹാഫ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെന്റ്. ഒരു ഓർഗനൈസേഷന് വേണ്ടി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഫുഡ് പർച്ചേസ് ചെയ്യുക, അതായത് ഫുഡുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ഡയറ്റ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ കിച്ചൺ ഉണ്ടാവും അല്ലെ. അപ്പൊ കിച്ചന് വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിനൊപ്പമുള്ള ഒരു ബാധ്യത ആർക്ക് തന്നെയാണ്? ഈ പറയുന്ന ഒരു ഡയറ്റീഷ്യന് തന്നെയാണ്. അതോടൊപ്പം തന്നെ ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട ന്യൂട്രീഷൻ പ്രോഗ്രാമുകൾ നടത്താറുണ്ട് അല്ലെ. ഹോസ്പിറ്റലുകാര് ന്യൂട്രീഷണൽ പ്രോഗ്രാമുകൾ നടത്താറില്ലേ? ഓരോന്നിന്റെയും പ്രത്യേകതകളും കാര്യങ്ങളും ഒക്കെ ആളുകളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു നോളജ് കിട്ടാൻ വേണ്ടിയിട്ട് അവയർനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ന്യൂട്രീഷണൽ പ്രോഗ്രാമുകൾ നടത്താറുണ്ട്. അങ്ങനെയുള്ള ന്യൂട്രീഷണൽ പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അത് നടപ്പിലാക്കാനുള്ള ഒരു ചുമതല കൂടി ഒരു ഡയറ്റീഷ്യൻ ആയിരിക്കും. ആ ഒരു പാരഗ്രാഫ് മുഴുവൻ ഒരു ഡയറ്റീഷ്യനെ കുറിച്ചാണ് പറയുന്നത്. ഒരു ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ആണ്. ആ ഫസ്റ്റ് പോയിന്റ് ഒന്നാണ് ഉദ്ദേശിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ആണ്. അവരെന്തിനു വേണ്ടിയാണ്? ഒരു ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷനിലോ ഉള്ള ആളുകളുടെ ദിവസേന നല്ല രീതിയിലുള്ള ഒരു ദൈനംദിന റൊട്ടീൻസ് അല്ലെങ്കിൽ ദിവസേനയുള്ള ഒരു നല്ല ജീവിത ശൈലി കൊണ്ടുവരാൻ അല്ലെങ്കിൽ അവിടെ
നടപ്പിലാക്കാനായിട്ട് അവരെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദിവസേനയുള്ള ആ ഒരു ദൈനംദിന പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതിനും നല്ല രീതിയിൽ സ്കിൽഡ് ആയിട്ടുള്ള ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ് ഡയറ്റീഷ്യൻസ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞാൽ മാനേജസ് ദ പ്രിപ്പറേഷൻ ഓഫ് തെറാപ്യൂട്ടിക് ഓർ അതർ ഡയറ്റ്. മറ്റു ഡയറ്റ് ആയിക്കോട്ടെ, ചികിത്സാപരമായിട്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ സ്വീകരിക്കുന്ന ഡയറ്റ് ആയിക്കോട്ടെ, അത് കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നു, തയ്യാറാക്കുകയും ചെയ്യുന്നു. ആർക്ക് വേണ്ടിയിട്ട്? ഹോസ്പിറ്റലിലുള്ള ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾക്കോ വേണ്ടിയാവാം, മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക സെക്ടറിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനോ വേണ്ടിയിട്ടൊക്കെ തെറാപ്യൂട്ടിക് പരമായിട്ടായിക്കോട്ടെ മറ്റു ഡയറ്റുകളായിക്കോട്ടെ കൃത്യമായിട്ട് എന്താണ് ഫുൾ വേണമെന്നോ മിസ് ആ ഫസ്റ്റ് പോയിന്റ് ആണ് അണ്ടർലൈൻ ചെയ്ത് ഞാൻ പറഞ്ഞു. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്ത് ഞാൻ പറഞ്ഞത് എന്താണ്? ഡയറ്റീഷ്യന്റെ ആ ഒരു ഇത് മാത്രം, ഹെൽത്ത് പ്രൊഫഷണൽസ് ആണെന്നുള്ളത് മാത്രം. ഓക്കെ അപ്പൊ നമുക്ക് അങ്ങനെ ഒരു പർട്ടിക്കുലർ സെക്ടറിലേക്കുള്ള ആളുകൾക്കോ വേണ്ടിയിട്ട് ഡയറ്റ് പ്ലാനുകൾ തയ്യാറാക്കുന്നുണ്ട്. അതുപോലെ ഈ ഡയറ്റ് പ്ലാനുമായി ബന്ധപ്പെട്ട ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് നല്ല ഭക്ഷണ തത്വങ്ങൾ പാലിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ എങ്ങനെ ശരിയായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യണം, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത് ഒരു ഡയറ്റീഷ്യനാണ്. അതോടൊപ്പം തന്നെ ന്യൂട്രീഷണൽ പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യാനായിട്ട് ഉള്ള ഒരു ഉത്തരവാദിത്തം ഇവർക്കായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ ആ ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ഫുഡുമായി ബന്ധപ്പെട്ട പർച്ചേസിങ്ങോ കാര്യങ്ങളോ ഒക്കെ വന്നാൽ അതൊക്കെ ബാധ്യസ്ഥനായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ഒരു ഡയറ്റീഷ്യൻ ആയിരിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ഒരു പാരഗ്രാഫ്. പേരാണോ? നെക്സ്റ്റ് നമ്മള് വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡയറ്ററി മാനേജ്മെന്റ്. ഒരു ഡയറ്ററി മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യമാണ് പറയാൻ പോകുന്നത് കേട്ടോ. A healthy lifestyle can be obtained by sustaining a balanced diet and keeping in consideration to meet all the essential nutrients needed by the body. അപ്പൊ നമുക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, നല്ലൊരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതശൈലി നേടിയെടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സസ്റ്റൈനിങ് എ ബാലൻസ്ഡ് ഡയറ്റ്, ഒരു സമീകൃത ആഹാരം നമ്മുടെ ജീവിതശൈലി, നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്ത് ചെയ്യുക? ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ നിലനിർത്തണം. കീപ്പിംഗ് ഇൻ കൺസിഡറേഷൻ ടു മീറ്റ് ഓൾ ദ എസെൻഷ്യൽ ന്യൂട്രിയൻസ് നീഡഡ് ബൈ ദ ബോഡി. നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസും നിറവേറ്റി നൽകി നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ, കിട്ടുന്ന രീതിയിലുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ സമീകൃത ആഹാരം നിലനിർത്തുന്നതിലൂടെയാണ് നമുക്കൊരു നല്ല ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതശൈലി നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. And a proper meal plan helps to achieve ideal body weight and lower the risk of chronic diseases like diabetes, cardiovascular and other type of cancer. അപ്പൊ നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള ശരിയായ ഒരു ഭക്ഷണ രീതി അല്ലെങ്കിൽ ഒരു ഭക്ഷണ ക്രമം നമുക്കുണ്ട് എങ്കിൽ നമുക്ക് എന്തൊക്കെ നേടിയെടുക്കാൻ പറ്റും? നമ്മുടെ ബോഡി വെയിറ്റ് കൃത്യമായ ലെവലിൽ നിർത്താൻ പറ്റും, അല്ലെ? നമ്മളൊരു ഡയറ്റ് എന്ത് ചെയ്യുന്ന കീപ്പ് ചെയ്യുന്ന ആളുകൾ എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ബോഡി വെയിറ്റ് വളരെ കൃത്യമായിട്ട് ശരിയായ രീതിയിൽ കീപ്പ് ചെയ്യാൻ പറ്റും, ഇല്ലേ? പറ്റുമോ? ഡയറ്റ് കീപ്പ് ചെയ്യുന്നവരൊക്കെ ഉണ്ടോ? കീപ്പ് ചെയ്യുന്നവരുണ്ടോ? ഡയറ്റ് കീപ്പ് ചെയ്യുന്നവരുണ്ടോ? ഉണ്ടോ? ഒത്തിരി പേരുണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ബോഡി വെയിറ്റ് വളരെ അനുയോജ്യമായ രീതിയിൽ കീപ്പ് ചെയ്യണം, അല്ലെ? അതിനു വേണ്ടിയിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുന്നവരുണ്ട്.
ഉണ്ടല്ലോ. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് രോഗങ്ങളെ കുറയ്ക്കാൻ പറ്റും അല്ലെ. ഒരുപാട് രോഗങ്ങളുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ കുറയ്ക്കാൻ പറ്റും അല്ലെ. ദ റിസ്ക് ഓഫ് ക്രോണിക് ഡിസീസസ്, വിട്ടുമാറാത്തതായിട്ടുള്ള നമ്മുടെ ഡയബറ്റിക്സ്, അതുപോലെ ഇപ്പൊ കാർഡിയോവാസ്കുലർ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങള്, മറ്റു ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സ്, ഒരുപാട് രോഗങ്ങളുമായി ബന്ധപ്പെട്ട ആ ഒരു അപകട സാധ്യത കുറയ്ക്കാനും ശരിയായിട്ടുള്ള ഒരു ഭക്ഷണ രീതിയിലൂടെയാണ് നമുക്ക് സാധിക്കുന്നത് അല്ലെ. അപ്പൊ ആ 2 പോയിന്റ്സ് ആണ് അവിടെ പറയുന്നുള്ളൂ. ഒന്നാമത്തതിന്റെ പ്രാധാന്യം ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, നല്ല ജീവിതശൈലി, ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതശൈലി നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എല്ലാത്തരം നമ്മുടെ ബോഡിക്ക് ആവശ്യമായ എല്ലാ ന്യൂട്രിയൻസും ഉൾപ്പെടുന്ന രീതിയിലുള്ളൊരു ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ സമീകൃത ആഹാരം നിലനിർത്തുന്നതിലൂടെയാണ് നമുക്ക് നല്ല ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതശൈലി നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു ശരിയായിട്ടുള്ള ഒരു ഭക്ഷണ രീതിയിലൂടെ നമുക്ക് നമ്മുടെ ബോഡിയുടെ വെയിറ്റ് കൃത്യമായിട്ട് നിലനിർത്താൻ പറ്റും. അതുപോലെ ഒരുപാട് രോഗങ്ങളെ അപകട സാധ്യതകളിൽ നിന്ന് നമുക്ക് കുറയ്ക്കാനായിട്ട് സഹായകമാണ്. അതിൽ നിങ്ങൾ ഫസ്റ്റ് പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ സസ്റ്റൈനിങ് എ ഡാഷ് എന്ന് ചോദിക്കാം. ഒരു ബാലൻസ്ഡ് ഡയറ്റിലൂടെയാണ്. ഫസ്റ്റ് പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണേ. ഓക്കെ, വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മള് കുറച്ച് എക്സാമ്പിളുകളാണ് നോക്കുന്നത് കേട്ടോ. എക്സാമ്പിൾസ് ഫോർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റ്. പലതരത്തിലുള്ള ഡയറ്റുകളുണ്ട്. അതിൽ കുറച്ച് എക്സാമ്പിളുകൾ മാത്രം, ഈ ഇത്രയും മാത്രമല്ല കേട്ടോ, ഒരുപാട് ഡയറ്റുകളുണ്ട്, പല ടൈപ്പ് ഓഫ് ഡയറ്റുകളുണ്ട്. അതിൽ കുറച്ച് എക്സാമ്പിളുകൾ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തതാണ് കാർഡിയാക് ഡയറ്റ്. കാർഡിയാക് ഡയറ്റ് ഏത് തരത്തിലുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ടാണ്? ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ആളുകൾക്ക് ആ പ്രോബ്ലംസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ഫോളോ ചെയ്യുന്ന ഒരു ഡയറ്റ് ആണ് കാർഡിയാക് ഡയറ്റ് അല്ലെ. അപ്പൊ അവിടെ സോഡിയം, ഫാറ്റ്, കൊളസ്ട്രോൾ മുതലായവ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെ ആ ഒരു ഇൻടേക്ക് എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കുറയ്ക്കുന്ന രീതിയിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഡയറ്റ് ആയിരിക്കും കാർഡിയാക് ഡയറ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അവിടെ ഷുഗർ എന്താണ് ഇപ്പൊ പറഞ്ഞ പോലെ സോഡിയമോ ഫാറ്റോ കൊളസ്ട്രോളോ കാര്യങ്ങളോ ഒന്നും അധികം അവരുടെ ആ ഒരു ഡയറ്റ് പ്ലാനിൽ ഉണ്ടായിരിക്കില്ല. ഇനി റീനൽ ഡയറ്റ്. എന്താണ് റീനൽ ഡയറ്റിന്റെ മറ്റൊരു പേര് അറിയോ? കിഡ്നി ഡയറ്റ് അല്ലെ. കിഡ്നിയുമായി ബന്ധപ്പെട്ട് കേട്ടോ, കിഡ്നിയുമായി ബന്ധപ്പെട്ട് ഇപ്പോ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള മറ്റൊത്തിരി പേരുണ്ട്, ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ കിഡ്നിയുമായി ബന്ധപ്പെട്ട രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന പേഷ്യൻസ് ഫോളോ ചെയ്യേണ്ട ഒരു ഡയറ്റ് ആണ് റീനൽ ഡയറ്റ് അല്ലെങ്കിൽ കിഡ്നി ഡയറ്റ് എന്ന് പറയുന്നത്. ഇനി ലോ സോഡിയം ഡയറ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും ലോ സോഡിയം ഡയറ്റ്? എങ്ങനെയുള്ള ആളുകളാണ് കൂടുതൽ ലോ സോഡിയം ഡയറ്റ് ഫോളോ ചെയ്യുന്നത്? ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവര് അല്ലെ, ഹൈ BP അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള ആളുകള് അവർ ഫോളോ ചെയ്യേണ്ട ഒരു ഡയറ്റ് ആണ് ലോ സോഡിയം ഡയറ്റ് എന്ന് പറയുന്നത്. സോഡിയത്തിന്റെ അളവ് കുറയ്ക്കാനായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ കുറയ്ക്കാനതിന് വേണ്ടി അത് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഭക്ഷണക്രമമാണ് ലോ സോഡിയം ഡയറ്റ് എന്ന് പറയുന്നത്. സോഫ്റ്റ് ഡയറ്റ്. എന്താണ് ഒരു സോഫ്റ്റ് ഡയറ്റ്? എങ്ങനെയുള്ള ആളുകൾക്കാണ് സോഫ്റ്റ് ഡയറ്റ് കൂടുതൽ പ്രിഫർ ചെയ്യാം? സോഫ്റ്റ് ഡയറ്റ് ആ ഒരു ഡയറ്റിലുള്ള ഫുഡ് എങ്ങനെയായിരിക്കും? എങ്ങനെയുള്ള ഫുഡ് ആയിരിക്കും? സോഫ്റ്റ് ടെക്സ്ചർ ആയിരിക്കും, ഈസി ടു ഡൈജസ്റ്റ് ആയിരിക്കും, എളുപ്പത്തിൽ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ സോഫ്റ്റ് ടെക്സ്ചറിലുള്ള ഫുഡ് ആയിരിക്കും ഈ സോഫ്റ്റ് ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അതായത് നമ്മളിപ്പോ സർജറി കഴിഞ്ഞ ആളുകൾ അങ്ങനെയുള്ളവരൊക്കെ കൂടുതലും ഫോളോ ചെയ്യുന്ന ഒരു ഡയറ്റ് ആണ് ഇത് സോഫ്റ്റ് ഡയറ്റ് എന്ന് പറയുന്നത്. കണ്ടിട്ടില്ലേ? വളരെ ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ്. നമ്മളോട് വളരെ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ഒക്കെ കഴിക്കുന്ന ഡോക്ടേഴ്സ് പറയാറില്ലേ? ഒരു സർജറിയോ കാര്യങ്ങളോ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് പറയാറുണ്ടോ? ലൈറ്റ് ഫുഡുകൾ ഇപ്പോ മിക്കവരും ബണ്ണോ
കട്ടി കുറഞ്ഞ ആഹാരങ്ങൾ അല്ലെ, അതുപോലെയുള്ള സാധനങ്ങളാണ് സോഫ്റ്റ് ഡയറ്റിൽ കൂടുതലും ഉൾപ്പെടുന്നത് അല്ലേ. ഇനി ഡയബറ്റിക് ഡയറ്റ് എന്താണ്? എങ്ങനെയുള്ള പേഷ്യൻസിനാ? ഡയബറ്റിക്സ് ആയിട്ടുള്ള അല്ലെ, പ്രമേഹ രോഗികള് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള, അതായത് ബ്ലഡ് ഷുഗർ ലെവലൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്ന രീതിയിൽ ഷുഗർ അളവ് കുറവുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കൂടുതലും ഫൈബറും വെജിറ്റബിൾസും ഒക്കെ ആഡ് ചെയ്ത് അങ്ങനെയുള്ള ഒരു ഭക്ഷണക്രമമാണ് ഡയബറ്റിക് ഡയറ്റ് എന്ന് പറയുന്നത്. ഹൈ പ്രോട്ടീൻ ഡയറ്റോ? ആരാ ഫോളോ ചെയ്യുന്ന ഹൈ പ്രോട്ടീൻ ഡയറ്റ്? ഹൈ പ്രോട്ടീൻ ഡയറ്റ് നമ്മുടെ ബോയ്സ് ഒന്നുമില്ലേ? എന്താണ് ഹൈ പ്രോട്ടീൻ ഡയറ്റ്? ആരെ കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യുന്നവര് അല്ലെ? എന്താണ് ഇവിടെ ആരും ജിമ്മിൽ പോകുന്ന ബോയ്സ് ഒന്നുമില്ലേ? ആരുമില്ല? വർക്ക്ഔട്ട് ചെയ്യുന്നവരൊന്നുമില്ല? എന്താണ് അപ്പൊ ആരുടെ ഒരു റിപ്ലൈ ഇല്ല കേട്ടോ. പ്രോട്ടീൻ ഡയറ്റ് ഒക്കെ എടുക്കാറുണ്ടോ? ഉണ്ടോ? ഇല്ല. അതാണോ റിപ്ലൈ ചെയ്യാത്തെ? ഓക്കെ, അപ്പൊ നമ്മുടെ ജിമ്മിലൊക്കെ പോകുന്ന അല്ലെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന ആളുകളൊക്കെ കൂടുതലും എടുക്കുന്ന ഒരു ഡയറ്റ് ആണ് ഹൈ പ്രോട്ടീൻ ഡയറ്റ്. അതുപോലെ തന്നെ ലിക്വിഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലിക്വിഡ് ഡയറ്റ് എങ്ങനെയുള്ളവർക്കാണ് ലിക്വിഡ് ഡയറ്റ് ഫോളോ ചെയ്യുന്നത്? പ്രഗ്നന്റ് ലേഡീസിന് പ്രത്യേകമായിട്ട് അങ്ങനെ ഒരു കാലഘട്ടത്തിൽ മാത്രം, അത് പ്രോട്ടീൻ മാത്രമല്ലല്ലോ ഫോക്കസ് ചെയ്യുന്നത്, മറ്റു പല കാര്യങ്ങളും ഉൾപ്പെടുത്തിയുള്ള ഡയറ്റ് ആണ്. പ്രോട്ടീൻ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഡയറ്റ് ഇല്ലല്ലോ. ലിക്വിഡ് ഡയറ്റ് എന്താണ്? എങ്ങനെയുള്ള ആളുകൾക്കായിരിക്കും? പേഷ്യൻസിന്റെ കേസ് ഒന്ന് ആലോചിച്ച് നോക്കി. വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് ലിക്വിഡ് ഡയറ്റ് ഒക്കെ എടുക്കാറുണ്ട് കേട്ടോ. അത് മാത്രമല്ല, കൂടുതൽ എങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ ലിക്വിഡ് ആയിട്ടുള്ള ഫുഡൊക്കെ കൊടുക്കുന്നത്? എങ്ങനെയുള്ള ഫുഡ്? സീരിയസ് ആയിട്ട് ICU-ലോ വെന്റിലേറ്ററിലൊക്കെ കിടക്കുന്ന പേഷ്യൻസ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ഭക്ഷണം നമ്മൾ കൊടുക്കുന്ന, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ തന്നെ കഴിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു കൊമോയിൽ കിടക്കുന്ന ആളുകൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു ഡയറ്റ് ആണ് ലിക്വിഡ് ഡയറ്റ് അല്ലെ. അവിടെ എന്താണ്, സോളിഡ് ആയിട്ടുള്ള ഫുഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, മറിച്ച് വളരെ ലൈറ്റ് ആയിട്ടുള്ള ലിക്വിഡ് രൂപത്തിലുള്ള ഭക്ഷണമായിരിക്കും ആ ഒരു ഡയറ്റിൽ ഉൾപ്പെടുത്തുക. കുറെ പേര് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള ലിക്വിഡ് ഡയറ്റ് പ്ലാനുകളൊക്കെ ഫോളോ ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ട് അത് കൂടാതെ ഒരു പേഷ്യൻസിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിനാണ് കൂടുതലും നമ്മൾ ലിക്വിഡ് ഡയറ്റ് കൊടുക്കുന്നത്. പലതരത്തിലുള്ള ഡയറ്റുകളുണ്ട്, അതിന്റെ കുറച്ച് എക്സാമ്പിളുകൾ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങളോട് ഇപ്പോൾ ക്വസ്റ്റ്യൻ വരാം, ഒരു കിഡ്നിയുമായി ബന്ധപ്പെട്ട് സഫർ ചെയ്യുന്ന ഒരു പേഷ്യൻസ് ഫോളോ ചെയ്യേണ്ട ഒരു ഡയറ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ അവർ ഫോളോ ചെയ്യുന്ന ഡയറ്റ് ഏതായിരിക്കും എന്ന് ചോദിച്ചാൽ ഏതാ പറയാ? റീനൽ ഡയറ്റ്, അങ്ങനെയും ചോദിക്കാം കേട്ടോ. അതുപോലെ തന്നെ ഒരു ഡയബറ്റിക് പേഷ്യൻസ് ഫോളോ ചെയ്യേണ്ട ഡയറ്റ് ഏതാണ്? ഡയബറ്റിക് ഡയറ്റ് അല്ലെ. ഇതൊക്കെ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അതുപോലെ തന്നെ ഒരു ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള ഒരു പേഷ്യന്റ് ഫോളോ ചെയ്യേണ്ട ഡയറ്റ് ഏതാണ്? ലോ സോഡിയം ഡയറ്റ് അല്ലെ. അതുപോലെ ഹാർട്ടുമായി ബന്ധപ്പെട്ട് കാർഡിയാക് അറസ്റ്റ് അല്ലെങ്കിൽ ഹാർട്ടുമായി ബന്ധപ്പെട്ട മറ്റു പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ആളുകൾ ഫോളോ ചെയ്യേണ്ട ഒരു ഡയറ്റ് ഏതാണെന്ന് വെച്ചാൽ ഏതും കാർഡിയാക് ഡയറ്റ്. ഓക്കെ, ഇത്രയും മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അത് ഏതൊക്കെ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ഡയറ്റുകളാണ്, ഇത്രയും മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കാറുള്ളൂ, അല്ലാതെ എന്താണ് ഒരു റീനൽ ഡയറ്റ്, എന്താണ് ഒരു ലിക്വിഡ് ഡയറ്റ് ഒന്നും ചോദിക്കാറില്ല. ഒരു കുറച്ച് എക്സാമ്പിളുകൾ നമുക്ക് തന്നിട്ടുണ്ട്, അതൊന്ന് ഫെമിലിയർ ആവാൻ മാത്രം. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ. ഈ ഒരു ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് അല്ലെങ്കിൽ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട ലൊക്കേഷൻ എവിടെയായിരിക്കണം? ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ള ഒരു ഇടം എവിടെയായിരിക്കും? ഒരു ഹോസ്പിറ്റലിലെ ഒരു ഡയറ്ററി സർവീസ് അല്ലെങ്കിൽ ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും അനുയോജ്യമായിട്ടിരിക്കേണ്ട ഇടം എവിടെയായിരിക്കും? ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് അല്ലെ. മിക്ക ഹോസ്പിറ്റൽ നമ്മൾ കാണാറുള്ളതും ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഇനി അവിടുത്തെ സ്പേസും കാര്യങ്ങളും മതിയായ രീതിയിൽ ഇല്ലാതെ വരുമ്പോഴാണ് അവർ ചിലപ്പോൾ സെക്കൻഡ് ഫ്ലോറിലോ തേർഡ് ഫ്ലോറിലോട്ടൊക്കെ അത് മാറ്റുന്നത്. ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഒരു ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇറ്റ് ഈസ് ഓൺ ദ
ground floor that this department is preferably located. ഏറ്റവും അനുയോജ്യമായിട്ട് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് കാണപ്പെടേണ്ടത് അല്ലെങ്കിൽ സ്ഥാപിക്കേണ്ടത് ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് അല്ലെ. And the design and the physical facilities of the department have an importance on the standard of food service and labor cost and the morale of employees. അതായത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഡിസൈൻ, ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അത് രൂപകൽപ്പന ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഡിസൈനില് അതുപോലെ അവിടുത്തെ ഫിസിക്കൽ ഫെസിലിറ്റീസ് ഭൗതിക സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യം എന്തിൽ നൽകുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം നമ്മളൊരു ഹോട്ടലിൽ ചെല്ലാണ്. അപ്പൊ നല്ലൊരു സാധാരണ ഹോട്ടലും ഉണ്ടാവും, ഒരു വലിയ ഹോട്ടലും ഉണ്ടെന്ന് വിചാരിച്ചു. നമ്മൾ ആ രണ്ട് ഹോട്ടൽസിന്റെയും അവിടുത്തെ ഭൗതിക ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റികളിൽ വ്യത്യാസം ഉണ്ടാവില്ലേ അല്ലെ? ഒരു ചെറിയ ഹോസ്പിറ്റലിലെ സൗകര്യങ്ങളായിരിക്കും വലിയ ഹോസ്പിറ്റൽ വലിയൊരു ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്നത് ആണോ? രണ്ട് വ്യത്യാസമുണ്ട് അല്ലെ. അതുപോലെ തന്നെ അവിടുത്തെ ആ ഒരു ഭൗതിക സൗകര്യങ്ങള്, അവിടുത്തെ ആ ഒരു ഡിസൈൻ, അതെല്ലാം എന്തില് ഇതാക്കുന്നുണ്ടെന്നാ പറയുന്നത്. അവിടെ ഇപ്പൊ ഒരു ചെറിയ ഹോട്ടലിൽ നമ്മൾ ചെന്നു, അവിടെ ചിലപ്പോൾ കുറച്ച് സ്റ്റാഫുകളെ ഉണ്ടാവും അല്ലെ. കുറച്ച് സ്റ്റാഫുകളായിരിക്കും. ഒരു ചെറിയ ഹോസ്റ്റലാവുമ്പോൾ ഒരുപാട് സ്റ്റാഫ് വേണോ? കുറച്ച് സ്റ്റാഫുകളെ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ അവിടെ ഭയങ്കര തിരക്കാവുമ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള സർവീസുകൾ ചിലപ്പോൾ നമുക്ക് തരാൻ പറ്റാതെ വരാം, പറ്റില്ലേ? അവിടെ അത് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രത്തോളം, അതൊക്കെ ആ ഒരു ഡിസൈൻ അനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട് അല്ലെ. ഒരു ലേബേഴ്സ്, അവിടെയുള്ള വർക്ക് ചെയ്യുന്ന ആളുകളുടെ എണ്ണം, അവർക്ക് ചിലവാകും, അവർക്ക് കൊടുക്കുന്ന സാലറിയുടെ കാര്യം, അതുപോലെ ആ രണ്ട് സ്ഥാപനങ്ങളും നൽകുന്ന ഫുഡ് സർവീസുകളിൽ വ്യത്യാസങ്ങളുണ്ട് ഇല്ലേ? ഉണ്ടോ? രണ്ട് ഹോട്ടൽസും ഒരേപോലെയാണ് നമുക്ക് ഫുഡ് സെർവ് ചെയ്യാം? അല്ല, അതിന് വ്യത്യാസമുണ്ട് അല്ലെ. ആ മൊറേൽ ഓഫ് എംപ്ലോയീസിന്റെ മനോവീര്യം അല്ലെങ്കിൽ കോൺഫിഡൻസ് ലെവൽ എങ്ങനെയാ? ഒരു സാധാരണ ഹോട്ടലിൽ ചെന്ന അവര് നമ്മൾ ചിലപ്പോ നമുക്ക് ഒരുപാട് ചിലപ്പോ അവർക്ക് സ്വീകരിക്കാനോ ഇരുത്താനോ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല അല്ലെ. എന്നാൽ ഒരു വലിയ ഹോട്ടലിൽ ചെന്നാൽ എങ്ങനെയാണ്? അവർ നമ്മുടെ അടുത്ത് വന്ന് നമുക്ക് നല്ലൊരു സർവീസും കാര്യങ്ങളും ഒക്കെ തരുന്നു. എന്തെങ്കിലും വേണോ എന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കുന്നു അല്ലെ. നല്ല കോൺഫിഡന്റോടുകൂടി അവർ സംസാരിക്കുകയും നല്ല സർവീസുകൾ ചിലപ്പോൾ നമുക്ക് അവർ തരാറുണ്ട് ഇല്ലേ? ഇല്ലാത്ത ഹോട്ടലുകളും ഉണ്ട് കേട്ടോ. ഉള്ള കാര്യം നമ്മൾ ആ ഒരു കമ്പാരിസൺ ആണ് ഇവിടെ പറയുന്നത്. അപ്പൊ എപ്പോഴും ഈ പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ആ ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പറയുമ്പോൾ അതിന്റെ ഡിസൈനും അതിന്റെ ഫിസിക്കൽ ഫെസിലിറ്റിയും എന്തൊക്കെ ഭൗതിക സൗകര്യങ്ങൾ അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ അതെല്ലാം എന്തിനൊക്കെ പ്രാധാന്യം നൽകുന്നുണ്ടെന്നാ പറയുന്നത്. ആ ഒരു കൃത്യമായിട്ടുള്ള ഫുഡ് സർവീസുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ, അതുപോലെ തന്നെ അവിടുത്തെ ലേബർ കോസ്റ്റ്, അവിടുത്തെ എംപ്ലോയീസിന്റെ സാലറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ മൊറയിൽ അല്ലെങ്കിൽ മനോവീര്യം വർദ്ധിപ്പിക്കാനും ഈ പറയുന്ന ഡിസൈനിലൂടെയും നല്ല ഫിസിക്കൽ ഫെസിലിറ്റീസ് കൊടുക്കുന്നതിലൂടെയും സാധിക്കുന്നുണ്ടെന്ന് പറയാം. ക്ലിയർ ആയോ? ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ വേഗം ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. സ്റ്റാഫിംഗ് തുടങ്ങി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവാൻ പറ്റില്ല. അപ്പൊ അവിടെ വരെയും ഒന്ന് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ വായിച്ചിട്ട് വരാം. നോട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം കേട്ടോ. താങ്ക് യു.